Hi, good morning, everybody. Good morning, teacher. How are you? Okay. Did you have your breakfast? Yeah. Did you do the homework? Yes. കുറെ പേരുണ്ടല്ലോ homework ചെയ്യാത്തവര്. ചെയ്തു അല്ലേ? Yes. Okay. Then take your textbook and notebook. എന്താ നമ്മൾ പഠിച്ചത്? ച ച ജ ച ഞ അല്ലേ? നന്നായിട്ട് എഴുതി പഠിച്ചു. നീ പഠിക്കാത്തവരുണ്ടോ? ഇല്ല. ഇനി നമ്മള് അടുത്ത അക്ഷരം ഒന്നുകൂടെ അത് വായിച്ചു തരാം. വ്യഞ്ജനാക്ഷരം തുടങ്ങുന്നത് മുതൽ ഒന്നുകൂടെ വായിച്ചു തരാം. ശ്രദ്ധിച്ചോ? का से कबूतर, और फिर से का से कबूतर, ख से खरगोश, ग से गमला, ख से खर. ഇതെങ്ങനെ ഈ വ്യഞ്ജനാക്ഷരങ്ങൾ വായിക്കുക? ക ഖ ഗ ഖ ങ. നെക്സ്റ്റ് പേജില് ച സെ ചർഖ, ഛ से छत, ज से जग, छ से झरना, ലാസ്റ്റത്തെ അക്ഷരം ഞ. എങ്ങനെ ഇത് വായിക്കുക അക്ഷരങ്ങള്? ച ഛ ജ ഛ ഞ. വായിച്ചേ. ച ഛ ജ ഛ ഞ. Take your next page. 7th പേജ് എടുത്തോ എല്ലാവരും. കൈവിരലുകൊണ്ട് തൊട്ട് വായിക്കണം കേട്ടോ. ആദ്യത്തെ അക്ഷരം നോക്കിയേ. ട. പരിചയം ഉണ്ടല്ലേ? വ്യഞ്ജനാക്ഷരം ട. ट से टमाटर, ट से टमाटर. എന്താ ടമാറ്റർ എന്ന് പറഞ്ഞാല്? ടമാറ്റർ എന്ന് പറഞ്ഞാല് ടൊമാറ്റോ, തക്കാളി അല്ലേ? ट से टमाटर. എന്നിട്ട് വായിക്കേ. ट से टमाटर. വായിക്കാൻ കിട്ടാത്തവരുണ്ട്. ഒരു 5 പ്രാവശ്യമൊക്കെ വായിച്ചാലേ അത് ബൈ ഹാർട്ട് ആവുള്ളൂ നമുക്ക്. ट से टमाटर. ജോയൽ ജോബ്. എന്താ അവിടെ എഴുതുന്ന ജോബിൻ? ജോബിനാണോ ജോയലാണോ അത്? കൈവിരലുകൊണ്ട് തൊട്ട് വായിക്കാൻ പറഞ്ഞില്ലേ മിസ്? ट से टमाटर. ടമാറ്ററിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ടൊമാറ്റോ. ठ से ठडेरा. എന്താ ടഡേര എന്ന് പറഞ്ഞാല്? ടിങ്കർ. ടിങ്കർ എന്ന് പറഞ്ഞ എന്താ? കലമൊക്കെ ഉണ്ടാക്കുന്നയാൾ അല്ലെ? കണ്ടോ അവിടെ പിക്ചർ കണ്ടില്ലേ? അതാണത്. ടിങ്കർ. ठ से टमाटर, ठ से ठडेरा. Once more. ठ से टमाटर, ठ से ठडेरा. ठडेरा.
നെക്സ്റ്റ് ഡ. ഡ സേ ഡമരു. ഡ സേ ഡമരു. ഡമരു എന്ന് പറഞ്ഞാൽ എന്താ? ഡ്രം. ഡ്രം എന്ന് പറഞ്ഞാൽ അറിയില്ലേ? കാണുന്നില്ലേ പിക്ചറ്? നമ്മളിങ്ങനെ കൈ കൊണ്ടിങ്ങനെ ഒരു വാദ്യോപകരണമാണ് അല്ലേ ഡ്രം. എന്താ അതിന് പറയാ? ഇടയ്ക്കാന്ന് അങ്ങല്ലേ മലയാളത്തിൽ പറഞ്ഞു, ഇടയ്ക്ക. ഡമരു. once more. ടാ സേ ടമാട്ടർ. ഠ സേ ഠഡേര. ഡ സേ ഡമരു. ഡ സേ ഡമരു. അടുത്ത അക്ഷരം ഠ. ഉറപ്പിച്ച് പറഞ്ഞേ ഠ. ഠ സേ ഠക്കിന. ഠ സേ ഠക്കിന. once more. ഠ സേ ഠക്കിന. ഠ സേ ഠക്കിന. once more. ടാ സേ ടമാട്ടർ. വായിപ്പിക്കും, ലാസ്റ്റ് എല്ലാരും കൊണ്ട് വായിപ്പിക്കും. ടാ സേ ടമാട്ടർ. ഠ സേ ഠഡേര. ഡ സേ ഡമരു. ഠ സേ ഠക്കിന. once more. टा से टमाटर. ठा से ठडेरा. डा से डमरू. ठा से ठक्किना. ഓക്കെ. ലാസ്റ്റ് എങ്ങനെയാ? ഠ കഴിഞ്ഞ ഒരു അക്ഷരം കൂടി ഉണ്ടല്ലേ, ന. നാ ചേർത്ത് ഇവിടെ വാക്കൊന്നുമില്ല, എന്നാലും അക്ഷരം വായിക്കണം. എങ്ങനെയാ വായിക്കാ? ട, ഠ, ഡ, ഠ, ന. ഇത് പറഞ്ഞെല്ലാരും. ട, ഠ, ഡ, ഠ, ന. Then take your notebook. ഡേറ്റ് ഇട്ടേ ഇന്നത്തെ സൈഡില്. ഇന്നത്തെ ഡേറ്റ് 19/8/2020. ഡേറ്റ് ഇട്ടില്ലേ? 2 ലൈൻ കോപ്പിയില് ഫസ്റ്റ് സാധാരണ എഴുതുന്ന പോലെ ട, ഠ, ഡ, ഠ, ന എഴുതിക്കോ. ട, ഠ, ഡ, ഠ, ന. Write fast. നായ എഴുതുമ്പോ ശ്രദ്ധിക്കണം. നായ എഴുതുമ്പോ പലരും പായാണ് എഴുതി വെക്കുന്നത്. നമ്മള് യൂന്ന് എഴുതുന്നില്ലേ ഫസ്റ്റ്, എളുപ്പത്തിന് വേണ്ടി പറയുന്നതാണ് യൂന്ന്. അത് കഴിഞ്ഞിട്ട് അടുത്ത 1 വരയ്ക്കുന്നത് കുറച്ച് അകലത്തിലായിരിക്കണം, അല്ലെങ്കിൽ അതിന് നേരെ വരച്ചിട്ട് പായ, ഹിന്ദിയിൽ പാ എന്ന അക്ഷരം പോലെയാണ് നിങ്ങൾ പലരും എഴുതുന്നത്. ഓക്കെ. നിങ്ങളുണ്ടല്ലോ, ഞാൻ 3 ടൈംസ് നിങ്ങളോട് എഴുതാൻ പറയുന്നുണ്ട് അല്ലെ. 3 ടൈംസ് എഴുതാൻ പറഞ്ഞാലും നിങ്ങൾക്ക് നോട്ട് ബുക്കിൽ സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു 5 ടൈംസ് എഴുതിക്കോ. 3 ടൈംസ് എഴുതാൻ പറയുന്നത് എന്താ വെച്ചാല്, പലരും ഞാൻ 5 ടൈംസ് എഴുതി കാണുന്നുണ്ട്, നന്നായിട്ടുണ്ടത്. അപ്പൊ കുട്ടികൾ നല്ല വൃത്തിയായിട്ട് പഠിക്കും. എഴുതിയാലേ പഠിക്കുള്ളൂ അക്ഷരങ്ങള്.
അപ്പൊ 5 പ്രാവശ്യം എഴുതാൻ സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതിക്കോളൂ. ഞാൻ 3 ടൈംസേ പറഞ്ഞുള്ളൂ ഇതുവരെ, പക്ഷെ കുറെ പേര് 5 പ്രാവശ്യം എഴുതി ഇട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി നോട്ട് ബുക്കിൽ സ്ഥലം ഉണ്ടെന്ന്. സ്ഥലം ഇല്ലെങ്കിലോ എന്ന് വിചാരിച്ചാണ് 3 പ്രാവശ്യം എഴുതാൻ പറഞ്ഞത്. എങ്ങനെ എഴുതേണ്ടത് ശ്രദ്ധിച്ചോ. ടാ ഠാ ഡാ ടാ ണാന്ന് 3 ടൈംസ് എഴുതുക. 3 ടൈംസ് എന്ന് പറഞ്ഞാൽ 5 പ്രാവശ്യം എഴുതാൻ സ്ഥലം ഉണ്ടെങ്കിൽ എഴുതിക്കോ, കുഴപ്പമില്ല. 3 ടൈംസ് എഴുതി അതിന്റെ താഴെ എന്താ എഴുതണ്ടേ? ആദ്യത്തെ ഒരക്ഷരം ടാ, ടാ എഴുതുക, ഹൈഫൺ ഇടുക. ടാസെ എന്താ പഠിച്ച നമ്മള്? ടമാട്ടർ. ഒരു 3 ലൈനൊക്കെ വിട്ടിട്ട് അവിടെ എഴുതുക ടാ ഹൈഫൺ ടമാട്ടർ. അതും എത്ര പ്രാവശ്യം എഴുതണം? 5 പ്രാവശ്യം എഴുതാൻ സ്ഥലം ഉണ്ടെങ്കിൽ എഴുതിക്കോ, അത്രയും ലൈൻ വിടുക. അത് കണ്ട ടമാട്ടർ എന്നുള്ള ഹിന്ദി വേർഡിന്റെ ഇംഗ്ലീഷ് വേർഡും കൂടെ വേണം നമുക്ക്, അല്ലെ? ടമാട്ടർ ഹൈഫൺ ടൊമാറ്റോ. സാധാരണ കഴിഞ്ഞ പേജിൽ എഴുതിയ പോലെ തന്നെ. എന്നിട്ടും ഇപ്പോഴും നിങ്ങൾ പറയുന്നത് പോലെയല്ല എഴുതുന്നത്. എന്നിട്ട് കുറെ പേർക്ക് ടീച്ചർ കരയുന്ന വെച്ചിട്ടിട്ടുണ്ട്, അല്ലെ? മിസ് കാര്യമില്ലായിരുന്നോ നിങ്ങൾ പൊട്ടത്തിട്ട് എഴുതി വെച്ചിട്ട്? നല്ല വൃത്തി എഴുതണേ. നെക്സ്റ്റ് പേജ് എടുത്തോ. അത് കഴിഞ്ഞില്ല ഇവിടെ. നെക്സ്റ്റ് പേജില് ഇതേപോലെ ടാ ടാ ഡാ ടാ ണ എഴുതുക. താഴെ ഠാസെ ഠഡേര. 3 പ്രാവശ്യം 5 പ്രാവശ്യം നിങ്ങൾക്ക് എഴുതാം. ഠാസെ ഠഡേര എന്ന് എഴുതുക. ഠഡേരയുടെ ഇംഗ്ലീഷ് വേർഡും എഴുതുക. ഠഡേര ഹൈഫൺ ടിങ്കർ. ഇപ്പം അമ്മമാരെ അടുത്തുണ്ടെങ്കിൽ ഒന്ന് അവിടെ പോയിന്റ് ചെയ്ത് വെച്ചോ. കുട്ടികളെ കൊണ്ട് തന്നെ ഹോംവർക്ക് ചെയ്യിച്ചാൽ മതി. പെട്ടെന്നൊന്ന് എഴുതിയെടുക്കുക. ഒരു ലൈനിൽ എഴുതാൻ പറയുന്നുള്ളൂ ഇപ്പം. നെക്സ്റ്റ് പേജില് അതേപോലെ ടാറ്റ ടാറ്റ വീണ്ടും ആവർത്തിച്ച് എഴുതുക. 3 ടൈംസ് എഴുതുക. ഡാസെ ഡമരു ഹിന്ദി വേർഡ് എഴുതി. താഴെ ഡമരു ഹൈഫൺ ഡ്രം ഇംഗ്ലീഷ് വേർഡ് കൂടി എഴുതുക. നെക്സ്റ്റ് പേജില് ഠ അല്ലെ, അതേപോലെ ടാറ്റ ടാറ്റണ എഴുതുക. 3 ടൈംസ് എഴുതി അതിന്റെ താഴെ ഠക്കിന അല്ല സോറി ഠ എന്ന അക്ഷരം എഴുതുക. ഹൈഫൺ ഇടുക. ഠക്കിന ഠാസെ ഠക്കിന. 3 ടൈംസ് എഴുതി താഴെ ഠക്കിന ഇംഗ്ലീഷ് വേർഡ്. ഫിനിഷ്. റിച്ചാർഡ് എന്താ പെൻസിലൊക്കെ ഇവിടെ തലയിൽ വെച്ചിട്ട് ഈ മിസ്സിനെ കൊണ്ട് തോറ്റു അല്ലേ? എത്രയാ എഴുതാൻ തരുന്നേ? കുറച്ചല്ലേ ഉള്ളൂ. ആഴ്ചയിൽ ഒരു ദിവസമല്ലേ നമുക്ക് ഹിന്ദി വരുന്നുള്ളൂ. പെട്ടെന്ന് വാക്കുകൾ അക്ഷരങ്ങളൊക്കെ പഠിച്ച് വാക്കുകളൊക്കെ പഠിച്ച് നമുക്ക് ചിഹ്നങ്ങളൊക്കെ പഠിക്കണ്ടേ? Are you finished? No. ജസ്റ്റ് മിസ് പറയുമ്പോ ഒന്ന് അമ്മമാര് ഹെൽപ്പ് ചെയ്യാ. 1ാം ക്ലാസ്സിലെത്തിയതല്ലേ ഉള്ളൂ. ഒന്ന് എഴുതി കൊടുക്കുക. ഒരു പോയിന്റ് ഒക്കെ എഴുതി വെച്ചിട്ട് ഹോംവർക്ക് അവരെ കൊണ്ട് ചെയ്യിക്കുക. സമയം എടുത്ത് ചെയ്യിക്കാലോ. നിങ്ങൾക്ക് ഇനി ഒരു പീരീഡ് കൂടെ വരുന്നുണ്ട് അല്ലേ? ആ പീരീഡിലേക്ക് നിങ്ങൾക്കൊരു ഡിക്റ്റേഷൻ ഉണ്ടാവും. കഴിഞ്ഞ ആഴ്ച പഠിച്ചു വെച്ച കാര്യം എന്താ ചാ ചാ ജാ ചാ എന്നുള്ളത്, അത് ഡിക്റ്റേഷൻ ഉണ്ടാവും അടുത്ത പീരീഡ് കേട്ടോ. പഠിച്ചു കഴിഞ്ഞതല്ലേ, ഇനി ഇപ്പൊ പഠിക്കാനൊന്നുമില്ലല്ലോ. ആ 4 വാക്കുകൾ ഞാൻ എഴുതിക്കും.
എങ്ങനെ എഴുതിക്കാ? ച സെ ചർഖ അത് എഴുതാൻ പറയും. ച സെ ചത്ത്, ജാസ് ജഗ്, ച സെ ചർണ അത് എഴുതിക്കും. ഈ 4 വാക്കുകളും. അവിടെ നന്നായിട്ട് പഠിക്കാം അടുത്ത ക്ലാസ്സിലോട്ട് കേട്ടോ. ഡിക്റ്റേഷൻ ഉണ്ടാവും. റിച്ചാർഡെ ഒന്ന് ഓർമ്മിപ്പിക്കണം കേട്ടോ. അല്ലെങ്കിൽ അഫ്രാസ് ഓർമ്മിപ്പിച്ചോളൂ. ഇനി ആർക്കൊന്നും വായിക്കാൻ കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തുക. എല്ലാരെയും വായിപ്പിക്കാൻ ടൈം നമുക്ക് തികയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വായിക്കാൻ കിട്ടാത്തുണ്ടെങ്കിൽ കൈ ഉയർത്തിയാൽ മിസ് അവരെ വിളിക്കാം. ആർക്കുമില്ല, എല്ലാവർക്കും വായിക്കാൻ അറിയാം അല്ലേ? എഴുതി കഴിഞ്ഞില്ല? ഹോംവർക്ക് ഇപ്പൊ ചെയ്യണ്ട, അത് പിന്നെ ചെയ്താ മതി. മനസ്സിലായില്ലേ? ഇത്രയും ദിവസം ചെയ്ത പോലെ തന്നെ. ക്ലോസ് യുവർ നോട്ട്ബുക്ക്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അക്ഷരദീപം എടുക്കാം. ടേക്ക് യുവർ പേജ് നമ്പർ 5. 5ാമത്തെ പേജ് എടുത്തേ. ഒന്നുകൂടെ നമുക്ക് വായിച്ചു നോക്കാം. का से कबूतर, ख से खरगोश, ग से गमला, ख से खर. टेक नेक्स्ट पेज. च से चरखा, छ से छत. ആൻഡ്രോസിനെ കാണുന്നില്ല, അമ്മയാണോ വായിച്ചു കേൾപ്പിക്കുന്നേ? ആൻഡ്രോസ് റേഞ്ചില്ലേ? ഓക്കെ, നമുക്ക് തുടരാം. ച സെ ചർക്ക, ച സെ ഛത്, ജ സെ ജഗ്, छ से झरना. नेक्स्ट. ट से टमाटर, ठ से ठडेरा, ड से डमरू, ठ से ठकना. ലാസ്റ്റ് ആ അക്ഷരം ഒന്ന് പറഞ്ഞേ, എന്താ അത്? ന. എങ്ങനെ വായിക്കുക? കാഖ ഗാഖാങ്ങ. ഒളപ്പിച്ച് കാഖ ഗാഖാങ്ങ, ചാച്ച ജാച്ചാഞ്ഞ, ടാട്ട ഡാട്ടാണ. ഓക്കെ, ഗുഡ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും വായിക്കാൻ കിട്ടാത്തുണ്ടെങ്കിൽ. ഷഹബറ പ്ലീസ് അൺമ്യൂട്ട്. ചോദിച്ചോ? എന്താ മോളെ? ഏതാ മോളുടെ സൗണ്ട് ഇങ്ങോട്ട് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. ഓഡിയോ ഓൺ അല്ല. കേൾക്കുന്നില്ലല്ലോ. ഷഹബറ അമ്മയോട് ഒന്ന് മെസ്സേജ് സെൻഡ് ചെയ്യാൻ പറഞ്ഞേ, എന്താന്ന്. അനാമിക, where is അനാമിക? അനാമിക പ്ലീസ്. ഡൗട്ട് ഉള്ളവർക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള സമയമാണ് ഇപ്പോ. അനാമിക എവിടെയാ? എന്താണ് ഡൗട്ട്? ചോദിച്ചോളൂ. അനാമിക പ്ലീസ് അൺമ്യൂട്ട് ആൻസർ.
അൺമ്യൂട്ട് ചെയ്യുമ്പോളെ എന്നിട്ട് ചോദിക്ക്. എന്താ നബിക്ക് ഡൗട്ട്? വായിക്കാനല്ല മോളെ പറഞ്ഞ. മോക്ക് ഏതെങ്കിലും വായിക്കാൻ കിട്ടാത്തുണ്ടോ? മോള് വായിച്ചോ? കുഴപ്പമില്ല. വായിക്കാൻ കിട്ടാത്ത ഏതെങ്കിലും വാക്കുണ്ടോ? അത് എന്നിട്ട് വായിച്ചരാം. ടാസെ ടമാട്ടർ എന്നാട്ടോ. അത് ടമാട്ടർ എന്നാണ് വായിക്കാൻ കിട്ടാത്തത്. ടാസെ ടമാട്ടർ. അവിടെ നിന്ന് ഉറക്കെ വായിച്ചോ എല്ലാരും ഒന്നുകൂടെ. ടാസെ ടമാട്ടർ. എല്ലാവരും വായിച്ചോട്ടോ. ടാസെ ടഡേര. ടാസെ ഡമരു. ടാസെ ടക്കിന. അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് വായിക്കാൻ കിട്ടാത്തവരുണ്ടെങ്കിൽ വായിക്കും. അന്നപ്പോ എല്ലാവർക്കും മൊത്തത്തിൽ അത് വായിച്ചു തരും. അതീന സുനിൽകുമാറിന് എന്തോ ഡൗട്ട് ഉണ്ടല്ലോ, ചോദിച്ചോ. നിങ്ങൾ എന്താ അതീന? ഇന്ന് പഠിപ്പിച്ച കാര്യമാണ് എല്ലാവർക്കും ഡൗട്ട്. ഒന്നുകൂടെ വായിച്ചു തരാം. എല്ലാരും ശ്രദ്ധിച്ചിരുന്നേ. അവിടുന്ന് ഉറക്കെ വായിക്കണം കേട്ടോ. ടാസെ ടമാട്ടർ. ടാസെ ടഡേര. ടാസെ ഡമരു. ടാസെ ടക്കിന. Once more. ടാസെ ടമാട്ടർ. ഉറക്കെ വായിച്ചെങ്കിലേ വായിക്കാൻ കിട്ടുള്ളൂ. ഉറക്കെ വായിച്ചോ. ടാസെ ടമാട്ടർ. ടാസെ ടഡേര. ടാസെ ഡമരു. ടാസെ ടക്കിന. ഓക്കെ, ഗുഡ്. എല്ലാവരും അമ്മമാരെ വായിച്ചു കേൾപ്പിക്കണം. ഞാൻ അമ്മമാരെ വിളിക്കും. എന്നിട്ട് കുട്ടി വായിച്ചു തന്നിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കും. എന്നിട്ട് അമ്മ വായിച്ചു തന്നിട്ടില്ല എന്ന് പറഞ്ഞ ഞാൻ നല്ല വഴക്കും പറയും. ഇതാരാ ഇപ്പം മിസ്സിനെ വായിച്ചു കേൾപ്പിച്ചത്? പേര് പറയോ? ഇപ്പൊ ആരുടെ സൗണ്ടാ മിസ് കേട്ടത്? അതീനയുടെ സൗണ്ടാണോ മിസ് കേട്ടത്? അതീനയാണോ മോള് വായിച്ചത്? ഇപ്പൊ ആരാ? അതീനയാന്ന് തോന്നുന്നു അല്ലേ? അതീന മോളാണ് ഇപ്പൊ വായിച്ചു കേൾപ്പിച്ചത് മിസ്സിനെ? യെസ്, ഗുഡ്. ഇനി ആർക്കാണ്? എല്ലാവർക്കും മനസ്സിലായി അല്ലേ? ഡൗട്ട് ഒന്നുമില്ല ആർക്കും? അറ്റൻഡൻസ് എടുത്തോട്ടെ? ഐഫൂന പ്രസന്റ് പറഞ്ഞു കേട്ടോ. അവിടുന്ന് കൈ ഉയർത്തിട്ട്. ആദിൻ, സൽമാൻ നാസർ, നൈല, അമൻ മാധവ്, ദേവാങ്, ദേവർഷ, സാവിയോ ജോ, ഹാദിയ റഷീദ്, അനുഗ്രഹ, ആദിത്യ നേവി, മുഹമ്മദ് മുബ്ദാസ് അല്ലേ? മുഹമ്മദ് മുബ്ദാസിനാണ് ഇത്. യെസ്, ആണെങ്കിൽ ഒന്ന് കൈ ഉയർത്തിയാൽ മതി. പ്രസന്റ് ടീച്ചർ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ. റസീൻ കെ, റസീൻ യൂസഫ്, ഇർഷാദ്,
റയാൻ, ഷഹ്ബ്ര, ഇർഷാദേ, ഇർഷാദ്, വൈകുന്നേരം അല്ലെങ്കിൽ നാളെയോ മിസ്സിനെ ഒന്ന് വാട്സപ്പ് ചെയ്യണം കേട്ടോ. ഓക്കെ. അദീന സുനിൽകുമാർ, അനാമിക പി രാജ് എന്നാ അല്ലെ. ഷഹ്ബ്ര ചോദിക്കുന്ന താഴെയുള്ള അക്ഷരം എഴുതണോന്ന്. താഴെ ഏത് അക്ഷരം നമ്മള്? അത് വേണ്ട. പക്ഷെ നമ്മൾ ആദ്യം മുകളിൽ എഴുതണം കേട്ടോ. ടാറ്റ ഡാറ്റ ണ. താഴെയുള്ള ഈ അക്ഷരമായിരിക്കും ചോദിക്കുന്നത് അല്ലെ. അത് വേണ്ട. നിവേദ്യ, അൻവിത, അശ്വിനി, റിച്ചാർഡ്, ആയുഷ്, ആൻഡ്രോസ്. ഹായ്, എന്നെ വിളിച്ചു എന്നല്ലേ. വിയോണ, അലൻ ജോസഫ്, ആദിത്തനു, ജിയ റോസ്, ദീക്ഷിത്, ജോയൽ, ജോവിൻ, അഫ്രാസ് പി കെ, ഫാത്തിമ കെ എം, അറ്റൻഡൻസ് കിട്ടാത്ത ആരാ ഉള്ളത്? എല്ലാരും വിളിച്ചില്ലേ? അമൃത, ഓക്കെ. നിയാദാസ്, ടൈം തീരാൻ പോവാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പൊ ഷഹ്ബറ ചോദിച്ച പോലെ എന്തെങ്കിലും എഴുതുന്നതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം നിങ്ങൾക്ക്. എല്ലാവരും പേജിൽ സ്ഥലം ഉണ്ടെങ്കിൽ ഒരു 5 പ്രാവശ്യം എഴുതിക്കോ കേട്ടോ. എന്നാലും നന്നായിട്ട് പഠിക്കുള്ളൂ നമ്മള്. അത് 3 ടൈംസ് എഴുതുവാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടി അറിയോ? ഇപ്പൊ ടാറ്റ ഡാറ്റാണ എഴുതി കഴിഞ്ഞിട്ട് ഒരു ലൈൻ വിടണം കേട്ടോ. ഏബൽ മാത്യുവിനെ വിളിച്ചില്ലേ? ഏബൽ മാത്യു, സോറി. ഓക്കെ. നിങ്ങൾ ഉണ്ടല്ലോ പറഞ്ഞു കേട്ടെ. ബിയോണ എന്തുപോലെ നോട്ട്ബുക്കിൽ എഴുതുമ്പോ ഹാദി ഹൈദർ, പരീക്ഷ ഇടുന്നത് ചാച്ച ചാച്ചന്നില്ലേ. ചാസേ ചർക്ക, ചാസേ ചത്ത്, അത് ആ 4 എണ്ണം. ജാസേ ജ, ചാസേ ചർണ. നിങ്ങൾ ശ്രദ്ധിച്ചേ, എവിടെ ഇരുന്ന് ശ്രദ്ധിച്ചേ. നിങ്ങൾ നോട്ട്ബുക്ക് എഴുതുന്നത് ആരാത്? എന്റെ പേര് വിളിച്ചില്ല. മോന്റെ പേരെന്താ? അനാമിക. അനാമികനെ വിളിച്ചു മോളെ. പേരെഴുതിട്ടുണ്ട് മിസ്. വിളിച്ചല്ലോ. അനാമിക 6 അല്ലേ? വിളിച്ചു. നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുമ്പോ എങ്ങനെയാ ഇവരെ എഴുതിക്കണ്ട? നിങ്ങൾ കൂട്ടി എഴുതുന്നത് 3 ടൈംസ് ആ എഴുതുന്നെങ്കിൽ ടാറ്റ ഡാറ്റ 3 ടൈംസ് എഴുതി അതിന്റെ താഴെ ഒരു ലൈൻ വിടണം. ഒരു ലൈൻ വിട്ടതിന് ശേഷം ടാസേ ടമാറ്റർ, അത് ആ 3 ടൈംസ് എഴുതിയ ഒരു ലൈൻ വിടുക. ടമാറ്റർ ടൊമാറ്റോ, അങ്ങനെ ഒരു ലൈൻ വിട്ടിട്ട് നല്ല വൃത്തി ഉണ്ടാവും നോട്ട്ബുക്ക് കാണാൻ. പിന്നെ നോക്കി പഠിക്കാനും നമുക്ക് എളുപ്പമായിരിക്കും. നല്ല ഹാൻഡ് റൈറ്റിംഗ് എല്ലാവരുടെയും. കുറച്ച് പേരേ ഉള്ളൂ ഒന്ന് മെച്ചപ്പെടുത്താനുള്ളത്. UKG ഹിന്ദി പഠിക്കാത്തതുകൊണ്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ള കുട്ടികളെ ഉള്ളൂ. അങ്ങനെ അവര് ശരിയായിക്കോളും. വേറെന്തൊക്കെ പറയാനുണ്ടോ? ഇല്ല അല്ലേ? വൈൻഡപ്പ് ചെയ്യട്ടെ? Yes. Okay. See you next period. Bye.